ഇത് എല്ലാരും കൂടെ ഓപ്പൺ ചെയ്തേക്കണോ? ഒന്നും കേൾക്കുന്നില്ല മാം. ഓൾ മ്യൂട്ട് ചെയ്യാൻ പറയോ? ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണ്. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ട്. സൗണ്ടിന് ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ? ഇന്നൊന്നും വന്നിട്ടില്ല മാം. 31-ാം തീയതിയാണെന്ന് പറയുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതാണോ? നാളെ വരുന്നവരുടെ പേര് വന്ദന മാമിന് അയക്കാനായിട്ട് കണ്ടു. നാളെ വരുന്നവരുടെ പേര് വന്ദന മാമിന് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഇന്നലെ സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കേടാ. ചോദിച്ചേണ്ട. മിനിറ്റ് ഞങ്ങൾക്കൊന്ന് അറേഞ്ച് ചെയ്യാണേ. ഓക്കെ, നോക്കട്ടെ ക്യാമറയിൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്ന് നോക്കണേ. അല്ലാതെ ക്ലിയർ ആണോ? അല്ലാതെ അല്ല, ക്ലിയർ അല്ല മാം. എന്നെ കാണാൻ പറ്റുന്നുണ്ട്. നോക്കട്ടെ. മിസ്സിനെ കാണുന്നുണ്ട്. അപ്പാരറ്റസ് കാണിക്കുമ്പോ ബ്ലറാ. കാണുന്നുണ്ട്, മെറ്റീരിയൽസ് കാണുന്നില്ല. ക്ലിയർ ഇല്ല. ബ്ലേർഡ് ആവുകയുള്ളൂ. ഓക്കെ, നോക്കി ഞങ്ങൾ കാണുന്ന ഈ സിലിണ്ടേഴ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോബിൾ സിലിണ്ടേഴ്സ് ആണ് കാണുന്നത്. ഓക്കെ, നോബിൾ സിലിണ്ടേഴ്സ് ശരിക്കും താഴെ ഒന്ന് നോക്കട്ടെ കേട്ടോ വെച്ച്. ബാക്ക്ഗ്രൗണ്ട് ബ്ലറാ. കാണുന്നില്ല കേട്ടോ, ക്ലിയർ ഇല്ലേ, എല്ലാം ബ്ലറാണ്. അതിലേക്കാ
ഓക്കെ മാം ക്ലിയർ ആയി. കേട്ടാ ഓക്കെ. നിങ്ങൾ കാണുന്നത് ഓപ്പൺ സിലിണ്ടേഴ്സ് ആണ് കേട്ടോ. ഓപ്പൺ സിലിണ്ടർ. സോ നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുമ്പോൾ ഓരോ സിലിണ്ടേഴ്സും ഇങ്ങനെ പിക്ക് ചെയ്ത് നമ്മൾ അതിന്റെ ഇതൊക്കെ നോക്കി ടച്ചൊക്കെ ചെയ്ത് സെൻസ് ചെയ്ത് അതേപോലെ കണ്ടോ നമ്മളിങ്ങനെ നോക്കിയിട്ടാണ് ഓരോ സിലിണ്ടേഴ്സ് നമ്മൾ പറഞ്ഞെടുക്കുന്നത്. അപ്പൊ നോക്കാം, അറേഞ്ച് ചെയ്യാണ്. ഡിഫറെന്റ് ആയിട്ടായിരിക്കും ഇത് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഓരോ സിലിണ്ടേഴ്സും പിക്ക് ചെയ്യാം. കുട്ടികൾ ഓരോന്നും സിലിണ്ടേഴ്സ് പിക്ക് ചെയ്യും. ദെൻ അത് ടച്ച് ചെയ്ത് നോക്കാണ്. ടച്ച് ചെയ്ത് നോക്കിയിട്ട് അത് മനസ്സിലാക്കുന്നു. ദെൻ ഇതാണോ അല്ല ഇതാണോ എന്ന് ഡൗട്ട് അല്ല, അത് പോയില്ല, ഹോളിലേക്ക് പോവില്ല. സോ ദെൻ ഇത് കറക്റ്റ് ആയിട്ടുള്ള ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, പിക്ക് ചെയ്യുന്നു. സോ ഒരു ഗ്യാപ്പ് ഉണ്ട് ഇവിടെ, നമുക്കത് മെഷർ ചെയ്ത് നോക്കാൻ പറ്റും. കേട്ടോ, ഒരു ഗ്യാപ്പ് മെഷർ ചെയ്ത് നോക്കാം. ദെൻ നമ്മൾ സിലിണ്ടറിൽ മെഷർ ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ ഓരോന്നും അറേഞ്ച് ചെയ്യുക. ഇവിടെ ചെക്ക് ചെയ്യാം, നോക്കാം. കറക്റ്റ് ആയിട്ട് നമ്മളിത് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിലേക്ക് അത് പ്ലേസ് ചെയ്യുക. ഓക്കെ, അതിന്റെ ലെങ്ത് കറക്റ്റ് ആയിരിക്കും. എല്ലാ സിലിണ്ടേഴ്സിന്റെയും ലെങ്ത് എങ്ങനെയായിരിക്കും, കറക്റ്റ് ആയിരിക്കും. പക്ഷെ എന്താ പറയാ, ബേസ് ആണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, ഞാൻ ഈ ഒരു സിലിണ്ടർ എടുത്തു. ദെൻ നോക്കിയപ്പോ അത് ലൂസായി, എന്നുവെച്ചാൽ കറക്റ്റ് അല്ല പോലും. അപ്പൊ അത് എനിക്ക് മിസ്റ്റേക്ക് വന്നു, എനിക്ക് എറർ സംഭവിച്ചു. അപ്പൊ ഞാൻ അത് വീണ്ടും ചെക്ക് ചെയ്തിട്ട് നോക്കി കറക്റ്റ് ആയിട്ടത് പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ലിയർ ആയോ ഈ മൊബൈൽ സിലിണ്ടർ? മിസ് ഹൈറ്റ് സെയിം അല്ലേ? ഹൈറ്റ് എല്ലാത്തിന്റെ സെയിം ആണ് കേട്ടോ. എല്ലാത്തിന്റെ ഹൈറ്റ് സെയിം ആണ്. ഓരോന്നിനും ഓരോ സിലിണ്ടേഴ്സിനും വ്യത്യാസം ഉണ്ട് കേട്ടോ. നോക്കാം കേട്ടോ. നെക്സ്റ്റ് സിലിണ്ടേഴ്സ് ആണ് ഞാൻ പുറത്തേക്ക് എല്ലാത്തിന്റെയും സൈസ് സെയിം ആണ്. സോറി, ബേസ് സെയിം ആണ് കേട്ടോ. ബേസ് സെയിം ആണ്. എല്ലാത്തിന്റെയും ബേസ് എന്താണ്, സെയിം ആണ്. ഓക്കെ, അത് നമ്മള് സിലിണ്ടറിന്റെ അകത്ത് ഈ ഒരു പ്ലേസിലാണ് വ്യത്യാസം. സോ ഇവിടെ അധികം എന്തില്ല, ഗ്യാപ്പ് സ്പേസ് ഇല്ല, ഉള്ളിലേക്ക് സ്പേസ് ഇല്ല. കണ്ടോ ഇവിടെ? ഓക്കെ, ഇത് സ്പേസ് ഉണ്ട്, ഇവിടെ സ്പേസ് ഉണ്ട്. നിങ്ങൾ ടച്ച് ഒക്കെ ചെയ്ത് നോക്കാം. നാളെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് കയ്യിൽ വരുമ്പോൾ ഈ സിലിണ്ടേഴ്സ് എടുക്കുമ്പോൾ അത് ടച്ച് ചെയ്ത് നോക്കാം. അത് നോക്കിയിട്ട് വേണം ഇടാൻ. പക്ഷേ ഞാനിപ്പോ ഒരു കുട്ടി എറർ ചെയ്യാണ്. ഇത് ഞാൻ പ്ലേസ് ചെയ്തിട്ട് ഇവിടെ ഇട്ടുകഴിഞ്ഞാൽ ഞാൻ അത് കറക്റ്റ് ആയിട്ട് പ്ലേസിലേക്ക് പോവില്ല. ഇവിടെ പ്ലേസ് ചെയ്താലും കറക്റ്റ് ആയിട്ട് നിൽക്കില്ല. ദെൻ തെറ്റിപ്പോയി നമുക്ക് കറക്റ്റ് അല്ലേ, കറക്റ്റ് പ്ലേസിൽ അറേഞ്ച് ചെയ്യില്ല. അതേപോലെ നമ്മൾ ഓരോന്നും ടച്ച് ചെയ്ത് നോക്കാം. ടച്ച് എന്നുവെച്ചാൽ ഇവിടെ കറക്റ്റ് ആണ്. അതുകൊണ്ട് നമ്മളിത് ഇതിന്റെ ലെങ്ത് നോക്കാം. ഓക്കെ, ലെങ്ത് നോക്കിയിട്ട് ഓക്കെ ഇതാണ് കറക്റ്റ് ആണ്. സോ ഈ ഒരു സിലിണ്ടറാണ് ലെങ്ത് ഇത്ര ഉള്ളൂ കേട്ടോ. സോ ഞാൻ അല്ല അതെ, ഓക്കെ. ഇതിന്റെ ലെങ്ത് ഉണ്ട്. സോ ഞാൻ കയ്യിൽ അത് മെഷർ ചെയ്തിട്ടുണ്ട്. സോ ടച്ച് ആവും നമുക്ക് അവിടെ, ആ ഒരു പ്ലേസിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ടച്ച് ആവും. സോ കറക്റ്റ് ആയിട്ട് നമ്മളത് പ്ലേസ് ചെയ്യുന്നു. ലാസ്റ്റ് വൺ. ഓക്കെ, ഓക്കെ ആണോ സിലിണ്ടേഴ്സ്? ഓക്കെ മാം. ഇത് രണ്ടിലും ചേഞ്ചസ് ഉള്ള ഒരു സിലിണ്ടർ ആണ്. സൈസും അതെ, അതിന്റെ ലെങ്ത്തിലും വ്യത്യാസമുണ്ട് കേട്ടോ. ഹൈറ്റിലും വ്യത്യാസമുണ്ട്, ലെങ്ത്തും അതേപോലെ തന്നെ ബേസിലും വ്യത്യാസമുണ്ട്. സോ നമ്മളത് പിക്ക് ചെയ്തു, എന്ത് ചെയ്തു, ടച്ച് ചെയ്ത് നോക്കി അതിന്റെ ബേസ് ഞാൻ ചെക്ക് ചെയ്യാണ്, രണ്ട് ബേസ്. സോ നോ ദെൻ അതിന്റെ
ഇത് ലെങ്ത്തും നമ്മൾ നോക്കുകയാണ്. ലെങ്ത് എത്രയുണ്ട്, കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. സോ ഞാനത് കറക്റ്റ് പ്ലേസിലേക്ക് പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് സിലിണ്ടർ പിക്ക് ചെയ്തു. ദെൻ ഇത് ഞാൻ അതിന്റെ ബേസ് ചെക്ക് ചെയ്തു, അല്ലെങ്കിൽ വേണ്ട. നെക്സ്റ്റ് സിലിണ്ടർ ഞാൻ പിക്ക് ചെയ്തു. ഇത്രയുള്ളൂ ബേസ്. സൈസ് നോക്കി നോ 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 ബട്ട് ഓക്കെ കറക്റ്റ് അതിൽ വ്യത്യാസമുണ്ട്. സിലിണ്ടറിനകത്ത് ഈ ഒരു ബേസിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അല്ല വ്യത്യാസം നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ട്. ഈ സ്പേസ് കുറയാണ്. ഹലോ സ്പേസ് നമുക്കിത് ഇതിൽ നിന്ന് കുറഞ്ഞാണ് വരുന്നത്. ഓക്കെ ഓക്കെ, നമുക്ക് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാം കേട്ടോ. ഇത് ക്ലിയർ ആണോ? ഓക്കെ മാം. ഇതില് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഈ ഒരു സ്പേസ് ഇല്ലേ, ഇതിലേക്കുള്ള ലെങ്ത് ആണ് വ്യത്യാസം ഉണ്ടെങ്കിൽ ഇവിടെ ലെങ്ത് കുറവാണ്. ടച്ച് ചെയ്ത് നോക്കുക, ഇവിടെ ലെങ്ത് കുറവാണ്. ഇത്തിരി ലെങ്ത് ഉണ്ട്, ഇവിടെ ലെങ്ത് കുറച്ചും കൂടി ഉണ്ട്. ലെങ്ത് ഉണ്ട്. ദെൻ ലാസ്റ്റ് വണ്ണില് ഈ ഒരു നോബിൾ സിലിണ്ടറിന് ആക്കാവുന്ന രീതിയിലുള്ള ലെങ്ത് ഉണ്ട്. സോ ഇവിടെ ഇതിന്റെ ഹൈറ്റിലാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. ഓക്കെ, ഹൈറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മളത് ടച്ച് ചെയ്ത് നോക്കി സെൻസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലേസ് ചെയ്യുന്നത് കേട്ടോ. സെൻസ് ടച്ച് ചെയ്ത് നോക്കിയാണ് കറക്റ്റ് ആണ് പ്ലേസ് ചെയ്തു. നമ്മൾ ടച്ച് ചെയ്ത് നോക്കി ഓക്കെ ഓക്കെ നാല് സെറ്റ് സിലിണ്ടേഴ്സ് ആണ് നമുക്ക് ഉള്ളത് കേട്ടോ. 4 സെറ്റ് സിലിണ്ടേഴ്സ് ആണ് കേട്ടോ. ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓരോന്നിന്റെയും സൈസിലും ഇതിലും വ്യത്യാസമുണ്ട്. കേട്ടോ. ഓക്കെ, ഈ 4 സെറ്റ് ക്ലിയർ ആയോ? നോബൽ സിലിണ്ടേഴ്സ് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ആക്ടിവിറ്റീസ് നമുക്ക് കൂടുതൽ കാണാൻ പറ്റും കേട്ടോ. നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, ഇത് നോബൽ സിലിണ്ടേഴ്സ് ആണ്. ഇത് നോബൽ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്ലേസ് ആണ്. നമുക്കത് കുട്ടികൾക്കും ഇവിടെ ഇങ്ങനെ പിക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണോ സിലിണ്ടേഴ്സ്? നെക്സ്റ്റ് സിലിണ്ടർ കാണിക്കാം. നോബുലസ് സിലിണ്ടർ ആണ് നെക്സ്റ്റ് കാണിക്കുന്നത്. സിലിണ്ടറിന്റെ പേര് നോബുലസ് സിലിണ്ടർ ആണ്.
മാം കാണുന്നില്ല. ഓക്കെ ഓക്കെ, ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്തേടാം. അറേഞ്ച് ചെയ്തേണേ, കാണാൻ പറ്റും കേട്ടോ. ഓക്കെ മാം. ഈ ഒരു തീം വെച്ചിട്ട് നമുക്ക് കുട്ടികളെ കളർ പഠിപ്പിക്കാൻ പറ്റില്ലേ? ഈ നോബിൾ സിലിണ്ടേഴ്സ് എന്തെല്ലാം കാര്യങ്ങളാണ് ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഞാൻ നോബിൾ സിലിണ്ടേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് ഒന്ന് പറയാം. നമ്മള് നോബിൾ സിലിണ്ടേഴ്സ് നമ്മൾ വെർട്ടിക്കലി ഓരോ കാര്യങ്ങൾ വെർട്ടിക്കലി ഇവിടെ വെർട്ടിക്കലി ആണ് ഓരോന്ന് ചെയ്യുന്നത്. സോ അത് കുട്ടികളെ റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ നോബിൾ സിലിണ്ടേഴ്സിൽ വരാണെങ്കിൽ ടു ഹെൽപ്പ് ദ ചൈൽഡ് ടു ഫൈൻ ട്യൂൺ ഹെർ എബിലിറ്റി ടു detect the difference and similarity, especially in the diameter and the height. രണ്ടിലും ഡയമീറ്ററിന്റെയും ഹൈറ്റിന്റെയും ആ സിമിലാരിറ്റി ഡിസിമിലാരിറ്റീസും കുട്ടികളിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതില് റെഡ് സിലിണ്ടേഴ്സ് ഉണ്ട് കേട്ടോ. മിനിറ്റ്, ഇതില് നമ്മള് റെഡ് സിലിണ്ടേഴ്സ് ഉണ്ട്. പറഞ്ഞതൊന്നുകൂടി പറയോ? വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. അത് നമ്മുടെ കുട്ടികളിൽ ഡയാമീറ്റർ, ഇതിന്റെ ഡയാമീറ്ററും ഹൈറ്റും ഡിഫറൻസ് ആയിരിക്കും. ഈ ഓരോ സിലിണ്ടേഴ്സിന്റെയും ഹൈറ്റിലും ഡയാമീറ്റേഴ്സിലും ലെങ്ത്തും ഹൈറ്റ് എന്താ പറയാ, ഈ ബേസ് ഉണ്ടല്ലോ ഇത്, ഈ ബേസിലും വ്യത്യാസം ഉണ്ടാകും. ഇത് റെഡ് ആണെങ്കിൽ റെഡിന്റെ കാര്യത്തില് ഈ ഡയാമീറ്ററിലാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് തോന്നുന്നു ഏറ്റവും ഹൈറ്റിൽ വ്യത്യാസമില്ല, ഡയമീറ്ററിൽ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. ബേസ് ഉണ്ടോ, ഈ ഒരു ബേസിൽ ഇതിൽ ചേഞ്ചസ് വരുന്നുണ്ട്. കുറഞ്ഞാണ് ഓരോന്നും കുറഞ്ഞാ വരുന്നത്. കാണാൻ പറ്റുന്നില്ലേ? ചേഞ്ചസ് മനസ്സിലാകുന്നുണ്ട്. മാറ്റം നമുക്ക് ഹൈറ്റില് വ്യത്യാസമൊന്നുമില്ല, ഈ ഡയമീറ്ററിലാണ് ചേഞ്ചസ് വരുന്നത്. ഓക്കെ, ഹൈറ്റിലെ എല്ലാത്തിന്റെയും ഹൈറ്റ് ഏകദേശം സെയിം ആണ്. ഓക്കെ അല്ലേ? ഇതിന്റെ റെഡ് സിലിണ്ടേഴ്സിൽ ഡയമീറ്ററിലാണ് ചേഞ്ചസ് വരുന്നത്. നമുക്ക് കൺസ്ട്രക്ട് ഒക്കെ ചെയ്യാം കേട്ടോ. കൺസ്ട്രക്ട് ചെയ്ത് കാണിച്ചു തരാം. ഒന്നിന് മേലെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് നമ്മൾ പിൻ ടവറൊക്കെ കൺസ്ട്രക്ട് ചെയ്യില്ലേ, അതേപോലെ നമുക്കിത് കൺസ്ട്രക്ട് ചെയ്യാനൊക്കെ പറ്റും. ടോപ്പിലേക്ക് പോകുന്നുണ്ട്. നമുക്കത് പ്രോപ്പർ ആയിട്ട് കൺസ്ട്രക്ട് ഒക്കെ ചെയ്ത് ക്ലാസ്സിൽ വരുമ്പോ കൺസ്ട്രക്ട് ഒക്കെ ചെയ്ത് നോക്കാനൊക്കെ പറ്റും. ഡയമീറ്ററിലാണ് ചേഞ്ചസ് വരുന്നത് നമ്മൾ പറഞ്ഞു. റെഡ് സിലിണ്ടറിന്റെ വ്യത്യാസം മനസ്സിലായല്ലോ. കുട്ടികളിൽ ഈ ഒരു കളർ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പറ്റും. ദെൻ നമുക്ക് ഇതൊക്കെയാണ് അതിന്റെ ഡയമീറ്റേഴ്സിന്റെ ചേഞ്ചസ് പഠിപ്പിക്കാൻ പറ്റും. അത് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്, ഓരോന്നൊന്നിന് മേലെ ഒന്നായിട്ട് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സിലിണ്ടർ യൂസ് ചെയ്തിട്ട് കുട്ടികളിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ, ഞാൻ സിലിണ്ടറിലേക്ക് മാറും. നല്ല കെയറോട് കൂടി വേണം നാളെ വരുന്നത് ഓരോന്നും ഹാൻഡിൽ ചെയ്യാൻ കേട്ടോ. നെക്സ്റ്റ് ഏതാണ്? ബ്ലൂ സിലിണ്ടർ ആണ്. ബ്ലൂ ആണ് കേട്ടോ. നോബിൾ സിലിണ്ടർ പറയാം. അതെടാ, ഇത് നോബിൾ സിലിണ്ടർ ആണ്. നേരത്തെ നോബിൾ സിലിണ്ടേഴ്സ് ആണ് നിങ്ങൾ ആദ്യം കണ്ടത് കേട്ടോ. ഇതിന് ടോപ്പിലായിട്ടൊരു നോബ് ഉണ്ടാവും. ഇത് നോബിൾ സിലിണ്ടർ ആണ്. ഇതിൽ ബ്ലൂ സിലിണ്ടർ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. ബ്ലൂ സിലിണ്ടർ. സോ ഇതിന്റെ ഹൈറ്റിലാണ് ഡിഫറൻസ് വരുന്നത്. ബ്ലൂ സിലിണ്ടർ വേരി ഇൻ ദ ഹൈറ്റ്. എന്തിനാണ് ഡിഫറൻസ് വരുന്നത്? അതിന്റെ ഹൈറ്റിലാണ് ചേഞ്ചസ് വരുന്നത്. ഓക്കെ, നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കുക. ഹൈറ്റിലാണ് ഇതിന്റെ വ്യത്യാസം വരുന്നത്.
ഡയമീറ്ററിൽ ചേഞ്ചസ് ഒന്നും ഇല്ല, ഹൈറ്റിലാണ് ഡിഫറൻസ് വരുന്നത്. കുട്ടികളെ കൊണ്ട് നമ്മളത് പ്രോപ്പർ ആയിട്ട് ട്രെയിൻ ചെയ്യിക്കാം, ഇങ്ങനെ അത് അറേഞ്ച് ചെയ്യേണ്ടത്. ഹൈറ്റിലത് വ്യത്യാസം വരുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഒക്കെ പോലെ തന്നെ ഇങ്ങനെ തോന്നുന്നുണ്ടോ? ക്യാമറയിൽ കാണുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ. ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നില്ല ഹൈറ്റിൽ വ്യത്യാസം വരുന്നത്. ബ്ലൂ സിലിണ്ടർ വേരി ഇൻ ഹൈറ്റ്. ഓക്കെ, ക്ലിയർ ആണോ ബ്ലൂ? നേരത്തെ നമ്മൾ റെഡ് ആണ് നോക്കിയത്, റെഡില് ഡയമീറ്ററിലാണ് ചേഞ്ച് വരുന്നത്, ഹൈറ്റിൽ വ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. ബ്ലൂ സിലിണ്ടേഴ്സിൽ ഡയമീറ്ററിൽ ചേഞ്ചസ് വരുന്നില്ല, പക്ഷെ എന്ത് വരുന്നുണ്ട്, ഹൈറ്റിൽ വ്യത്യാസം വരുന്നുണ്ട്. കണ്ടോ, കറക്റ്റ് ആയിട്ട് നമുക്കത് ഇത് ചെയ്യാൻ പറ്റും. പേഷ്യൻസും കുറച്ച് ശ്രദ്ധയും കോൺസെൻട്രേഷൻ ഒക്കെ വേണം, ബാക്കിയുള്ളതൊക്കെ വെയിറ്റ് ചെയ്യാനായിട്ട്. ഞാനത് സ്കിപ്പ് ചെയ്യാണ്ട് അങ്ങനെ കറക്റ്റ് ആയിട്ടൊക്കെ ചെയ്യാനായിട്ട് കുട്ടികൾക്ക്. ഓക്കെ, ബ്ലൗസ് ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് യെല്ലോ സിലിണ്ടർ ആണ് കേട്ടോ. നോബിൾ സിലിണ്ടറിൽ യെല്ലോ ആണ്. യെല്ലോയില് എന്താ പറയാ, ഡയമീറ്ററിലും ചേഞ്ചസ് ഉണ്ട്, ഹൈറ്റിലും ചേഞ്ചസ് ഉണ്ട്. നോക്കിക്കോട്ടാ, ഇത് ഡയമീറ്ററിലും മാറ്റം വന്നിട്ടുണ്ട്, ഹൈറ്റിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കാട്ടോ. ഇതെപ്പോഴും എല്ലാ സിലിണ്ടേഴ്സും അറേഞ്ച് ചെയ്യുമ്പോൾ എന്താണ്, ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ലെഫ്റ്റ് ടു റൈറ്റ് ആണ് അറേഞ്ച് ചെയ്യുന്നത്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കൂടുതലായിട്ട് നമ്മള് റീഡിങ്ങും അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ റൈറ്റ് ചെയ്യുന്നത് കൂടുതലായിട്ട് എങ്ങനെയാണ്, ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൈറ്റ് എഴുതുന്നത്. സോ അതൊന്ന് കുട്ടികൾ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ലെഫ്റ്റ് ടു റൈറ്റ് സിലിണ്ടേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നു. ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും ഓരോന്നും ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഈ ലെഫ്റ്റ് ടു റൈറ്റ് തന്നെ അറേഞ്ച് ചെയ്യാൻ കാരണം അവരുടെ ആ റീഡിങ് ഹാബിറ്റ് അതേപോലെ തന്നെ റൈറ്റിംഗ് ഹാബിറ്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ഡയമീറ്ററിലും ഹൈറ്റിലും വ്യത്യാസമുണ്ട്. യെല്ലോയിലും ഡയമീറ്ററിലും ക്ലിയർ ആണോ? ഇത് ഹൈറ്റിലും ഡയമീറ്ററിലും ചേഞ്ച് വന്നിട്ടുണ്ട്. സിലിണ്ടേഴ്സ് നമുക്ക് കുട്ടികളെ വെയിറ്റ് ഒക്കെ ഒന്ന് നോക്കാം. ഏതാണ് വലുത് ചെറുത്, അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ ഒക്കെ നമുക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? യെല്ലോ സിലിണ്ടേഴ്സ് ക്ലിയർ ആണ് മാം. കൺസ്ട്രക്ട് ഒക്കെ ചെയ്യാത്തത് ഒന്നിന് ടോപ്പായിട്ട് ഒന്ന് കൺസ്ട്രക്ട് ഞാൻ റൈറ്റ് സിലിണ്ടർ ചെയ്ത് കാണിച്ചില്ലേ, ഇതേപോലെ നിങ്ങൾ നാളെ വരുമ്പോ കൺസ്ട്രക്ട് ഒക്കെ ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ഡേ വരും, നിങ്ങൾ പ്രാക്ടിക്കലിന് വരുമ്പോ അതൊന്ന് കൺസ്ട്രക്ട് ചെയ്യാം. അത് ഓരോന്നും ടച്ച് ചെയ്ത് നോക്കാം. ഇതിന്റെ ഹൈറ്റും അതേപോലെ തന്നെ ഡയമീറ്റർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് നമ്മൾ ഇനി നോക്കുന്നത് ഏതാണ്, ഗ്രീൻ ആണ് അല്ലെ. ഗ്രീനും സെയിം ആണ്. അതില് എന്താ പറയാ അറേഞ്ച് ചെയ്യുന്നതിലാണ് കേട്ടോ. അതിനൊക്കെ ഇത് ഹൈറ്റും ഡയമീറ്ററും ചേഞ്ച് ചെയ്യുന്നുണ്ട്, ബട്ട് കൂടിക്കൂടിയാ വരുന്നത് കേട്ടോ. ഹൈറ്റും ഡയമീറ്ററും കൂടിയാണ് വരുന്നത്.
ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ? എന്താ ഡയമീറ്റർ കൂടുന്നുണ്ട്, ഹൈറ്റ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. എന്താണ്? ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഹൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ അത്? ഡയമീറ്റർ കൂടുന്നുണ്ട്, ഓരോന്നിനും ഡയമീറ്റർ ചേഞ്ചസ് ആവുന്നുണ്ട്. അതേപോലെ ഹൈറ്റും ഹലോ, ഹൈറ്റ് ഇൻക്രീസ് ചെയ്യണ്ടെന്നാ ഡിക്രീസ് ചെയ്യണ്ടെന്ന് പറഞ്ഞേ? ഹൈറ്റ് ഡിക്രീസ് ചെയ്യാടാ. ഇത് ഫസ്റ്റ് സോറി ഡിക്രീസ് ചെയ്യാണ്. ഇത് ഫസ്റ്റത്തേന് ഹൈറ്റ് ഉണ്ട്, സെക്കൻഡിലേക്ക് വരുമ്പോൾ ഹൈറ്റ് കുറഞ്ഞ് ഡയമീറ്റർ കൂടി, തേർഡിലേക്ക് വരുമ്പോൾ ഹൈറ്റ് വീണ്ടും കുറഞ്ഞ് ഡയമീറ്റർ വീണ്ടും കൂടി, പിന്നെ ഫോർത്തിലേക്ക് വരുമ്പോൾ ഹൈറ്റ് വീണ്ടും കുറഞ്ഞ് ഡയമീറ്റർ കൂടി. ലാസ്റ്റ് നോക്കിക്കോട്ടെ നിങ്ങൾ വരുമ്പോഴേക്കും ബേസ്. അതെ, റെക്കോർഡില് ഹൈറ്റ് ഇൻക്രീസ് എന്നല്ലേ വന്ന? അപ്പാരറ്റസ് പറഞ്ഞ റെക്കോർഡില് ഗ്രീൻ ഹൈറ്റ് ഇൻക്രീസ് പറയുന്നേ. ആണോ? എന്താണ്? ഹൈറ്റ് ഇൻക്രീസ് വിഡ്ത്ത് ഡിക്രീസ്. ഓക്കെ ഏട്ടാ, ഞാൻ അറേഞ്ച് ചെയ്തതിന്റെ പ്രശ്നം. പൊസിഷൻ ചേഞ്ച് ചെയ്യണം. നോക്കിട്ടോ, അഞ്ച് ഡയമീറ്ററിലും ഹൈറ്റിന് വ്യത്യാസം വരും. ഓക്കേടാ, നോക്കിയേ, ഓക്കെ ആണോ? ഇങ്ങനെയല്ലേ? ഞാനേ അത് ക്യാമറ തിരിച്ചു വെച്ച് ചെയ്യാം. പിന്നെ ആ ഹൈറ്റിൽ നോക്കുന്ന ഇമേജസിൽ നോക്കിയാ പറയുന്നത്. ചില നേരെ നോക്കാനും പറ്റുന്നില്ല. ഓക്കെ, ഓക്കെ അല്ലേ? ഡയമീറ്റർ കുറഞ്ഞു വരുന്നു, ഹൈറ്റ് കൂടി വരുന്നു. ഡയമീറ്റർ കുറഞ്ഞു വരുന്നു. ഡയമീറ്റർ കുറഞ്ഞു വരുന്നു, ഹൈറ്റ് കൂടി വരുന്നു. നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണോ കാണുന്നത്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് കാണുന്നത്? ഇപ്പൊ കറക്റ്റ് ആയി മാം. ഇപ്പൊ കറക്റ്റ് ആയിട്ടാണ്. കറക്റ്റ് ആയിട്ടാണ്. The children noticed the similarities and difference as she gained the mastery working with the 4 set of cylinders. നമ്മൾ ഈ 4 സെറ്റ് കുട്ടികൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നതിലൂടെ അവർക്ക് അതിന്റെ സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും എന്തൊക്കെയാണ് ഡിഫറൻസ്, എന്തൊക്കെയാണ് സിമിലാരിറ്റീസ്, എന്തൊക്കെയാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, Montessori prepared the child to indirectly for writing from left to right. ഇത് ഞാൻ പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ലെഫ്റ്റ് ടു റൈറ്റ് തന്നെ അറേഞ്ച് ചെയ്യണത്? അത് മോണ്ടിസോറി കാര്യം നമ്മൾ കൂടുതലായിട്ട് ലാംഗ്വേജസ് എല്ലാനും എങ്ങനെയാണ് ലെഫ്റ്റിന്ന് റൈറ്റിലേക്കാണ് എല്ലാ ലാംഗ്വേജസും നമ്മൾ എഴുതുന്നത്. ഭാഗം ഏതൊക്കെയോ 2 ലാംഗ്വേജ് മാത്രമാണെന്ന് തോന്നുന്നു റൈറ്റിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നത്. എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാ നമ്മളുടെ വെസ്റ്റേൺ ലാംഗ്വേജസും ഇംഗ്ലീഷ് നമ്മളുടെ ലാംഗ്വേജസ് എങ്ങനെയാണ് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. സോ കുട്ടികളിൽ ആ ഒരു പ്രാക്ടീസ് ബിൽഡ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ മോണ്ടിസോറി പ്രസന്റേഷൻ മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. എല്ലാ മോണ്ടിസോറി പ്രസന്റേഷൻസും ലെഫ്റ്റ് ടു റൈറ്റ് ആണ് മൂവ് ആവുന്നത്. ഓർ ടോപ്പ് ടു ബോട്ടം ആൻഡ് ഇൻഡയറക്റ്റ് പ്രസന്റേഷൻ. ഫോർ റീഡിങ് ആൻഡ് റൈറ്റിംഗ് വെസ്റ്റേൺ സ്ക്രിപ്റ്റ് we grade from left to right. സോ നമുക്കത് എഴുതാനായിട്ട് ആ ഒരു രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് ഓരോന്നും അറേഞ്ച് ചെയ്യുന്നത്. നമ്മൾ 4 സിലിണ്ടേഴ്സ് ആണ് നമ്മളിവിടെ നോക്കിയത്. ഏതൊക്കെയായിരുന്നു അത്? ഫസ്റ്റ് നമ്മൾ നോക്കിയത് റെഡ് സിലിണ്ടേഴ്സ് ആയിരുന്നു. റെഡ് സിലിണ്ടേഴ്സിൽ എന്തായിരുന്നു? ഡയമീറ്ററിലായിരുന്നു ചേഞ്ചസ് വന്നിരുന്നത് അല്ലെ? ഡയമീറ്ററിലായിരുന്നു ചേഞ്ചസ് വന്നത്. ഞാൻ വീണ്ടും കാണിക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് കാണുന്നത്. ഡയമീറ്ററിലായിരുന്നു മാറ്റം വന്നത് അല്ലെ? അതെ, നമ്മളത് കൺസ്ട്രക്ട് ഒക്കെ ചെയ്ത് നോക്കി. പിന്നെ നമ്മൾ നോക്കിയത് ബ്ലൂ സിലിണ്ടേഴ്സ് ആയിരുന്നു. ബ്ലൂ സിലിണ്ടേഴ്സിൽ എന്ന് പറയുമ്പോൾ അത് ഹൈറ്റിലാണ് വ്യത്യാസം വന്നത്. ഹൈറ്റിലായിരുന്നു അത് വ്യത്യാസം വന്നത് അല്ലെ? ഹൈറ്റിലായി ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. ഡയമീറ്ററിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഹൈറ്റിൽ മാറ്റങ്ങളുണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ നോക്കിയെന്നുള്ളൂ കേട്ടോ, ക്ലിയർ ആണോ? ഓക്കെ, ഹൈറ്റിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ദെൻ നമ്മൾ പിന്നെ നോക്കിയത് യെല്ലോ സിലിണ്ടർ ആയിരുന്നു. യെല്ലോ സിലിണ്ടർ എങ്ങനെയായിരുന്നു? ഹൈറ്റിൽ ഡിക്രീസ് ഉണ്ടായിരുന്നു, ഡയമീറ്ററിൽ ചേഞ്ചസ് ഉണ്ടായിരുന്നു. ഓക്കെ, യെല്ലോ സിലിണ്ടർ.
ഈ നോബുലർ സിലിണ്ടേഴ്സ് ക്ലിയർ ആയോ? യെസ് മാം. അതിലുള്ള മെറ്റീരിയൽസ് ഞാൻ കുറച്ച് എന്താ പറയാ ഓൺലൈൻ ആയതുകൊണ്ടായിരിക്കും മിക്കവാറും ഈ മെറ്റീരിയൽസ് ഒക്കെ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മളൊന്നും വീണ്ടും വീണ്ടും അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഒരു പ്രാവശ്യം മെറ്റീരിയൽസ് എങ്ങനെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. പിന്നെ നാളെ വരുന്നവർക്ക് നല്ല രീതിയിൽ അത് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓരോ മെറ്റീരിയൽസ് എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ മെറ്റീരിയൽസിന്റെ ഫോട്ടോസ് അതെങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ ഒന്ന് വീഡിയോസ് ഒക്കെ എടുത്ത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ബ്രൗൺ സ്റ്റെയർ ആണ് കേട്ടോ. ബ്രൗൺ സ്റ്റെയർ ഞാൻ പ്രാക്ടീസ് റെക്കോർഡിൽ ചെയ്തിട്ടുണ്ടാവും. ബ്രൗൺ സ്റ്റെയറിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടാവും. ആ ഒരു പേജ് എടുത്തോളാം. ശരിക്കും ഈ ഗ്രൗണ്ട് സ്റ്റെയറിൽ 11 ഓക്കെ, 1 മിനിറ്റ് കേട്ടോ. നിങ്ങൾ കാണുന്ന പോലെ 10 വുഡൻ പ്രിസംസ് ആണ് ബ്രൗൺ സ്റ്റെയറിലുള്ളത്. 10 ഉണ്ട്. കുട്ടികളിലെ സെൻസറി മെറ്റീരിയൽ ആയിട്ട് സെൻസറി ആക്ടിവിറ്റീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രൗൺ സ്റ്റെയർ യൂസ് ചെയ്യുന്നത്. ഡിഫറെന്റ് എന്താ പറയാ ഡയമീറ്ററിലാണ് ഈ ബ്രൗൺ സ്റ്റെയർ വരുന്നത്. വ്യത്യാസമുണ്ട്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ 11 പീസസ് ഉണ്ടാവും. ഒരെണ്ണം ലാസ്റ്റത്തെ എന്താ പറയാ സ്റ്റെയറിനൊക്കെ സെയിം ആയിട്ടുള്ളത് കൺട്രോളർ ആണുള്ളത് കേട്ടോ. 1 കൺട്രോളർ ആണ്. ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം കേട്ടോ. ഇതാണ് ഏറ്റവും കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് ഡെലിറ്റ് ചെയ്യാണേ. സ്റ്റെയർ ഞാൻ ഇവിടെ നിന്ന് ഇതിന്റെ പേരെന്താ പറഞ്ഞത്? ബ്രൗൺ സ്റ്റെയർ ഇടാ. കേൾക്കാൻ പറ്റും? ബ്രൗൺ സ്റ്റെയർ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? അലീന ചേഞ്ചസ് മനസ്സിലാവുന്നില്ല. ഓക്കേടാ, ഞാൻ എഴുതി ചെയ്യാണ്. സൈഡിൽ സ്ഥലം കുറവാണ്.
ഓക്കെ, ശരിക്കും 10 സിലിണ്ടർ സ്റ്റെയറുകളാണ്. 1 2 3 4 5 6 7 8 9 10 ഉണ്ട്. ഇത് സെയിം ലാസ്റ്റ് പീസ് സെയിം ആണ്. ഇത് കൺട്രോളർ എന്നാ പറയുന്നത്. എന്താ പറയുന്നത്? കൺട്രോളർ എന്നാണ് പറയുന്നത്. നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണത്. ഇതിന്റെ ഹൈറ്റ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മൾ ചെയ്ത് കറക്റ്റ് ആണോ? ഓക്കെ, കറക്റ്റ് ആണ്. നെക്സ്റ്റ് കറക്റ്റ് ആണ്. ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇതൊരു 2.5 മുതൽ 4 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ടവറിനോ അതേപോലെ ബ്രൗൺ സ്റ്റെയർ ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുട്ടികളിലെ ഓരോ ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ, ഹാൻഡ് ആൻഡ് ആം കോർഡിനേഷൻ മൂവ്മെന്റ്സ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബ്രൗൺ സ്റ്റെയർ കേട്ടോ. ഇത് ഓരോ സ്റ്റെയറും വേരി ചെയ്യുന്നുണ്ട്. 10 വുഡൻ പ്രിസംസ് ആണ്. അതായത് ഓരോന്നും എന്ത് ചെയ്യുന്നുണ്ട്? വേരി ചെയ്യുന്നുണ്ട്. വേരി ഇൻ ദർ സൈസ് ആണ്. ചിൽഡ്രൻസ് allows to understand gradation and refine their visual perception. ചില ഓരോന്നും ഡിഫറെന്റ് ആണ്. ഓരോ സ്റ്റെയറിലും വ്യത്യാസം ഉണ്ടെന്ന് കുട്ടികളിൽ മനസ്സിലാക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ട്രാക്കിൽ ആൻഡ് വിഷ്വൽ ചിലത് നമ്മൾ കണ്ട് മനസ്സിലാക്കാണ്. കുട്ടികൾ അത് കണ്ട് മനസ്സിലാക്കാണ്. ഡിഫറെന്റ് സൈസ്, അതേപോലെ തന്നെ അവരുടെ എൻഹാൻസിങ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, മോട്ടോർ സ്കിൽസ് ഒക്കെ ഈ ബ്രൗൺ സ്റ്റെയർ ചെയ്യുന്നതിലൂടെ, ബ്രൗൺ സ്റ്റെയർ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ അവർക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ദിസ് ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ്, നമ്മുടെ കയ്യിൽ ടച്ച് ചെയ്ത് ടാൻജിബിളി ഇത് മനസ്സിലാക്കാണത്. സൈസുകൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഒരുപാട് ബെനിഫിറ്റ്സ്, ബ്രൗൺ സ്റ്റെയറിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് എൻഹാൻസ് വിഷ്വൽ ഡിസ്ക്രിമിനേഷൻ, നമുക്ക് ആ ചേഞ്ചസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇല്ലേ? നമുക്ക് ചേഞ്ചസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ദെൻ ഇംപ്രൂവ് ഫൈൻ മോട്ടോർ സ്കിൽസ്, ഹാൻഡ്ലിങ്, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഓരോ പ്രിസം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, നമ്മൾ കെയർഫുൾ ആയിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ഹാൻഡ് കോർഡിനേഷൻ, ഹാൻഡ് ആൻഡ് ഹൈ കോർഡിനേഷൻ എങ്ങനെയായിരിക്കണം, നമ്മുടെ കുറച്ച് കോൺസെൻട്രേഷനോട് കൂടി ചെയ്താലാണ് അത് പെർഫെക്റ്റ് ആവുള്ളൂ. ഇല്ലെങ്കിലും കുറച്ച് കറക്റ്റ് ആവണമെന്നില്ല. പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ബ്രൗൺ സ്റ്റെയർസ് നമുക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം കുട്ടികളിൽ. ചൈൽഡ് സെൻസറി ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ബ്രൗൺ സ്റ്റെയർ നമുക്ക് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മാത്തമാറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കൗണ്ട് ചെയ്യാം. കൗണ്ട് ചെയ്ത് നോക്കാം. മാത്തമാറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 1 2 3 4 5 6 7 8 9 10. മാത്തമാറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് ബ്രൗൺ സ്റ്റെയർ യൂസ് ചെയ്യാൻ പറ്റും. ഈ തോന്നുന്നു മോണ്ടിസോറി എല്ലാ മെറ്റീരിയൽസിലും നമുക്ക് കൗണ്ടിങ് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. ഈ ബ്രൗൺ സ്റ്റെയർ അറേഞ്ച് ചെയ്യുന്നത് ലാർജ് ടു സ്മോളസ്റ്റ് വൈസ് ആണ്. നമുക്ക് ഡിഫറെന്റ് ആയിട്ട് അറേഞ്ച് ചെയ്യാം. സാധാരണയായിട്ട് ലാർജ് ടു സ്മോൾ ആണ് അറേഞ്ച് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ലെഫ്റ്റ് ടു റൈറ്റ് ആണ് അത് അറേഞ്ച് ചെയ്യുന്നത്. സോ നമ്മൾ റൈറ്റിംഗ് ഹാബിറ്റ്സ് കുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടുതൽ നമ്മുടെ കുട്ടികളുടെ മെറ്റീരിയൽസ് ഒരു 10 പ്രിസം റോഡ്സ് ആണ്. എല്ലാത്തിന്റെയും ഡയമീറ്റർ 20 സെന്റിമീറ്റർ ആണ് ഇതിന് ഉള്ളത്. ഹൈറ്റ് ഡിക്രീസിങ് ആണ് അല്ലെ? ഹൈറ്റ് ഇവിടെ നോക്കി നിങ്ങൾ ഏറ്റവും ഹൈറ്റ് കൂടിയതാണ്. ദെൻ ഡിക്രീസ് ചെയ്ത് ലാസ്റ്റ് വരുമ്പോഴേക്കും അത് എന്ത് ചെയ്യാണ്? ഏറ്റവും കുറയാണ് അല്ലെ? കൺട്രോളർ മാറ്റാം. അങ്ങനെ മനസ്സിലാക്കുന്നത്. ലാസ്റ്റത്തിന് ഹൈറ്റ് ഒട്ടുമില്ല കേട്ടോ. ഇതാണ് എന്താ ബ്രൗൺ സ്റ്റെയർ. ഓക്കെ, നമുക്ക് ഈ ബ്രൗൺ സ്റ്റെയറും പിങ്ക് ടവറും യൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാനൊക്കെ പറ്റും കേട്ടോ. നിങ്ങൾക്കും ചെയ്തൊക്കെ നോക്കാം. നെക്സ്റ്റ് ഡേ വരുമ്പോൾ ബ്രൗൺ സ്റ്റെയറും അതേപോലെ തന്നെ പിങ്ക് ടവറും യൂസ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ബ്രൗൺ സ്റ്റെയർ ക്ലിയർ ആയിട്ട് മനസ്സിലായി. നമുക്കൊരു സ്റ്റെയർ പോലെയാണ് അത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു സ്റ്റെയർ ഉണ്ടാവും. നമുക്ക് കൺട്രോൾ യൂസ് ചെയ്യണം. ബ്രൗൺ സ്റ്റെയർ ക്ലിയർ ആണോ? Yes, ma'am.
ഓക്കെ. എനിക്കൊരു കാര്യം പറഞ്ഞതില് ക്ലിയർ അല്ലാന്ന് തോന്നിയത് എനിക്ക് തോന്നുന്നു നോബൽ സിലിണ്ടേഴ്സ് ആണ്. നോബൽ സിലിണ്ടേഴ്സ് ക്ലിയർ ആയോ? ഒന്നുകൂടി പറയണത് ഏതെങ്കിലും ഒന്നുകൂടി പറയണ്ടെങ്കിൽ പറഞ്ഞോട്ടോ. ബ്രൗൺ സ്റ്റെയറാ അല്ലെങ്കിൽ നോബൽ സിലിണ്ടേഴ്സോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോട്ടാ. ഞാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള മെറ്റീരിയൽസ് മാത്രമേ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇവിടെ ഉള്ള മെറ്റീരിയൽസ് ബാക്കി ജിഷ് ടീച്ചർ പറഞ്ഞു തരൂ. കളർ സിലിണ്ടേഴ്സോ? ഓക്കെ. കളർ സിലിണ്ടേഴ്സ് എന്നല്ലാതെ നോബുലസ് സിലിണ്ടേഴ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. നോക്കി ഇതില് ഏതാണ് ഏത് സിലിണ്ടർ ക്ലിയർ ആവാഞ്ഞത്? റെഡ്. നമുക്ക് റെഡ് നോക്കാം. എല്ലാവരും അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? എല്ലാവരും മറ്റേ ടൈം അറേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. റെഡ് സിലിണ്ടേഴ്സ് ആണ് ഞാൻ ആദ്യം അറേഞ്ച് ചെയ്യുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണോ കേട്ടോ. നിങ്ങൾക്ക് കാണുന്നതിലോ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണേ. ബ്ലൂ കാണാൻ പറ്റില്ല.
ഓക്കെ ഡിഫറൻസ് 10 സിലിണ്ടേഴ്സ് ആണ്. പക്ഷേ റെഡിന്റെ ഒരെണ്ണം മിസ്സിംഗ് ആണ്. അത് എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ വന്നപ്പോ നമ്മളിങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന കൂട്ടത്തിൽ മിസ്സായി പോയതാണ്. അത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ്. ബാക്കി എല്ലാവർക്കും 10 കറക്റ്റ് ആയിട്ടുണ്ട്. ഇത് മാത്രം അപ്പൊ ഡിഫറൻസ് ഇത് കാണിക്കുന്ന ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ യെല്ലോനെ മനസ്സിലാകുന്നുണ്ടാകും. റെഡ് നമ്മൾ പറഞ്ഞ പോലെ ഇതിൽ ഹൈറ്റ് സെയിം ആണ് എല്ലാ സിലിണ്ടേഴ്സിന്റെയും. ഡിഫറെന്റ് സിലിണ്ടർ ഉണ്ട്, അത് മിസ്സിംഗ് ആണ്. പ്ലേസ് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. സോ ബാക്കിയുള്ള ഹൈറ്റ് സെയിം ആണ്, ഒരു ഡയമീറ്ററിലാണ് വ്യത്യാസം വരുന്നത്. ഈ നൽകുന്ന ബേസ് കുറഞ്ഞു പോകുന്നതാണ്. ഓക്കെ, റെഡ് ക്ലിയർ ആണ്. മനസ്സിലായാടോ റെഡ്? റെഡ് സിലിണ്ടർ മനസ്സിലായോ? സോറി, റെഡ് സിലിണ്ടർ മനസ്സിലായോ? എന്താ ചേഞ്ചസ്? ഓക്കെ, ബ്ലൂവിന്റെ ഡയമീറ്ററിൽ വെച്ചാൽ ഈ ഒരു ഡയമീറ്ററിൽ വ്യത്യാസമില്ല. എല്ലാത്തിന്റെയും ഡയമീറ്റർ സെയിം ആണ്. എന്താണ് ഡിഫറൻസ് അവിടെ വന്നിരിക്കുന്നത്? എന്ത് ഡിഫറൻസ് വരുന്നത് ഒന്ന് എഴുതിയെടുത്തു കേട്ടോ. ഇന്ന സിലിണ്ടറിൽ ഇന്ന ചേഞ്ചസ് ആണെന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചോ. ബ്ലൂവിൽ എന്ത് ഡിഫറൻസ് ഉള്ളത്? ബ്ലൂല് ഡയമീറ്റർ സെയിം ആണ്, ഹൈറ്റ് ഡിഫറെന്റ് വരും. ഗ്രീനിലോ? ഗ്രീനില് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യും, ഡയമീറ്റർ ഡിക്രീസ് ചെയ്യും. രണ്ടും ഡിഫറൻസ് ഉണ്ട്. യെല്ലോലോ? അത് വേണം പറയാട്ടോ. ഹൈറ്റും ഡയമീറ്ററും കുറഞ്ഞു വരുന്നു, ഡിക്രീസ് ചെയ്യും. ഹൈറ്റും ഡയമീറ്ററും സെയിം മോഡലിൽ കുറഞ്ഞു വരാം. ക്ലിയർ ആണോ ഈ സിലിണ്ടേഴ്സ്? ക്ലിയർ ആണ് മാം. ഒന്നുകൂടി പറയോ? ഒന്നുകൂടി പറയോ? ഞാൻ ഒരാളെ അസൈൻ ചെയ്യാട്ടാ. ആര് പറയും? ആരത് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാം? സിലിണ്ടേഴ്സിൽ വന്നിരിക്കുന്ന വ്യത്യാസം ആരാ പറഞ്ഞു കൊടുക്കുന്നേ? ഞാൻ റെഡ് സിലിണ്ടർ ആവുമ്പോ ഡയമീറ്റർ എല്ലാം ഡിഫറെന്റ് ആണ്, ഹൈറ്റ് സെയിം ആണ്. ബ്ലൂ സിലിണ്ടറില് ഡയമീറ്റർ എല്ലാം സെയിം ആണ്, ഹൈറ്റ് ഡിഫറെന്റ് വരും. യെല്ലോ കളറില് രണ്ടും കുറഞ്ഞു വരുന്നു, ഡിക്രീസ് ചെയ്യും. പിന്നെ ഗ്രീനില് ഹൈറ്റ് ഡിക്രീസും ഡയമീറ്റർ അല്ല, ഹൈറ്റ് ഇൻക്രീസും ഡയമീറ്റർ ഡിക്രീസും ആവുന്നു. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഓക്കെ, ഒന്ന് എഴുതി വെച്ചേക്ക്. നിങ്ങൾ പ്രാക്ടീസ് റെക്കോർഡ് കംപ്ലീറ്റ് ആക്കിയോ? കംപ്ലീറ്റ് ആണ്. ഓക്കെ, പ്രാക്ടീസ് റെക്കോർഡിൽ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ എഴുതുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിക്കുക. അതേപോലെ വൈവേക്കൊക്കെ വരുമ്പോൾ ഇതിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ എന്താണ് ഡിഫറൻസ്, ഗ്രീൻ റെഡ് സിലിണ്ടറിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് എന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റണം? ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ മാം, ഒരു കാര്യം പറയട്ടെ. ആ, ഈ റെക്കോർഡ് തന്നേലേ യെല്ലോ പറഞ്ഞത് തെറ്റാണ് കൊടുക്കുന്നത്. ഇതില് ഹൈറ്റ് ഡിക്രീസ് ചെയ്യാ, വിടുത്തും ഡിക്രീസ് ചെയ്യല്ലേ യെല്ലോ? റെക്കോർഡിൽ എങ്ങനെയാണ് നോക്കട്ടെ? റെക്കോർഡിൽ ഈവൻ ഹൈറ്റ് ഇൻക്രീസ്, വിഡ്ത്ത് ആൾസോ ഇൻക്രീസ്. പക്ഷെ ഇവിടെ പിക്ക് കാണുമ്പോഴും ഡിക്രീസ് ചെയ്യാണ്. 1 മിനിറ്റ് ഞാൻ നോക്കട്ടെ. എന്തെങ്കിലും റെക്കോർഡ് ഉണ്ട്? 1 മിനിറ്റ്. ഇതിന്റെ മിസ്സിന്റെ സൈഡിൽ നിന്നല്ല കറക്റ്റ്, നമ്മളെ സൈഡിൽ നിന്ന് നേരെ തിരിച്ചായിരിക്കൂലേ? റെക്കോർഡാണ് തെറ്റ്. അല്ലടാ, എന്റെ സൈഡിൽ നിന്ന് ചിലപ്പോ ആ ഒരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. എന്റെ സൈഡിൽ നിന്ന് ചിലപ്പോ അത് നോക്കട്ടെ. ഞാൻ റെക്കോർഡിൽ എന്താന്ന് നോക്കട്ടെ കേട്ടോ. എന്നിട്ട് എന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോ ഓപ്പോസിറ്റ് ആയിട്ട് തോന്നണേയാണെങ്കിലോ?
എനിക്ക് കറക്റ്റ് ആയിട്ടും നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് തോന്നണല്ലോ. നോക്കട്ടെ 1 മിനിറ്റ് റെക്കോർഡ് എങ്ങനെയുണ്ട് യെല്ലോ അല്ലേ when height increase width also increase. ഓക്കെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ കുട്ടികളെ. മിനിറ്റാടാ ഞാനതൊന്ന് അറേഞ്ച് ചെയ്യാം കേട്ടോ. അതെ അറേഞ്ച് ചെയ്തതാണോ പ്രശ്നം? അതാണ് തോന്നുന്നത്. ഇതിപ്പോ ക്ലിയർ ആണോ നോക്ക്. ഞാൻ എന്തെങ്കിലും ചെയ്തപ്പോ ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നി. ഞാനൊന്ന് തിരിച്ചൊന്ന് ചെയ്ത് നോക്കട്ടെ. ഓക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെൻ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വിഡ്ത്തും എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം എന്നാണ് കേട്ടോ. നോക്കി ഏറ്റവും ചെറുത് നമ്മൾ ഫസ്റ്റ് പ്ലേസ് ചെയ്യാണ്. ഏറ്റവും ചെറിയ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. നോക്കട്ടോ. ഓക്കെ ഏറ്റവും ചെറുത് ആദ്യം. ഓക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് ഇതല്ലേ? ഇപ്പൊ കറക്റ്റ് ആണ്. ഇപ്പൊ കറക്റ്റ് ആണ്. ഓക്കെ അപ്പൊ ഞാൻ യെല്ലോന്റെ സിലിണ്ടറിൽ പറയുകയാണെങ്കിൽ വെൻ ഹൈറ്റ് ഇൻക്രീസ് ബ്രെഡ്ത്ത് ഓൾസോ ഇൻക്രീസ്. ഗ്രീനിന്റെ ആണെങ്കിൽ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബ്രെഡ്ത്ത് ഡിക്രീസ് ചെയ്യാണ് അല്ലെ. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാണ്, ബ്രെഡ്ത്ത് ഡിക്രീസ് ചെയ്യാണ്. ഓക്കെ സെറ്റ് അതൊക്കെ അല്ലേ. ബ്ലൂ ആണെങ്കിൽ ഹൈറ്റ് റിമെയിൻ സെയിം. എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുന്നുണ്ട് നമുക്ക് റെഡും ബ്ലൂവും? ഓക്കെ എനിക്ക് പറയുന്നത് റെഡ്. ഓക്കെ ഞാൻ ആദ്യം ബ്ലൂ ആണെന്ന് വിചാരിച്ചു. റെഡ് ഹൈറ്റ് റിമെയിൻ സെയിം ആണ് അല്ലെ. റെഡിലെ എല്ലാത്തിന്റെയും ഹൈറ്റ് എന്താണ്, സെയിം ആണ്. റെഡിലാണ് ഇൻക്രീസ് വന്നിരിക്കുന്നത് അല്ലെ. ഓക്കെ അപ്പൊ വെച്ചതും മാറ്റാണ്ടല്ലോ വെക്കണ്ടേ? റെഡും മാറ്റിയാ വെക്കണ്ടേ കേട്ടാ. 1 മിനിറ്റ് കേട്ടാ. സോറി സെയിം. എന്താണ് റെഡ് ഹൈറ്റ് റിമെയിൻ സെയിം ആണ്, ബ്രെഡ്ത്തിൽ ഇൻക്രീസ് സംഭവിച്ചു. എന്നിട്ട് ക്ലിയർ ആയിട്ടാണോ കാണുന്നത്? ക്ലിയർ ആണ്. മാം ഒരു ഡൗട്ട് ആയിക്കട്ടെ, ഇതിപ്പോ നമ്മള് ഓപ്പോസിറ്റ് ആയാണ്ട് വെച്ചെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് കുട്ടികൾക്ക് ഓരോ മെറ്റീരിയൽസ് ഓരോ രീതിയിൽ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാലോ. അത് കുഴപ്പമൊന്നുമില്ല. കുട്ടികൾ ഓരോ രീതിയിൽ ചെയ്തോട്ടെ. അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. വേഴ്സ് വൈസ് അത് പറയുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ പക്ഷെ ലെഫ്റ്റ് ടു റൈറ്റ് എന്നല്ലേ പറയുന്നത്? ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കണം എന്നല്ലേ പറയുന്നത്? റൈറ്റ് ആണ്. ഓക്കെ സെറ്റ്. ഇനി ബ്ലൂ ആണ്. ബ്ലൂ സിലിണ്ടേഴ്സിൽ ബ്രെഡ്ത്ത് റിമെയിൻ സെയിം, ഹൈറ്റ് ഇൻക്രീസ്. സോ ഡിഫറൻസ് ഉണ്ട്. ബ്രെഡ്ത്ത് റിമെയിൻ സെയിം, സോറി 1 മിനിറ്റ്. ഹൈറ്റ് കൂടി വരാണെന്നാണ് അല്ലെ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടല്ലേ കാണുന്നത്? കറക്റ്റ്. സിലിണ്ടേഴ്സ് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. ഏറ്റവും ഹൈറ്റ് കൂടിയ സിലിണ്ടർ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഇപ്പൊ കറക്റ്റ് അല്ലേ? എല്ലാം കറക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട് മാം. അപ്പൊ ഇപ്പൊ എല്ലാം ക്ലിയർ ആയി. അപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കട്ടാ. ഓക്കെ ക്ലിയർ അല്ലേ? ഓക്കെ അപ്പൊ നമ്മള് ബ്ലൂ, റെഡ്, ഗ്രീൻ, യെല്ലോ സിലിണ്ടേഴ്സിന്റെ ഡിഫറൻസ് മനസ്സിലായി. ഫസ്റ്റ് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാണ്. സോറി ഇവിടുത്തെ ഫസ്റ്റ് സിലിണ്ടർ ഏതാണ്? യെല്ലോ ആണ്. ഇതില് ഹൈറ്റ് കൂടാണ്. ഇവിടെ നിന്ന് ഹൈറ്റ് ഇങ്ങനെ കൂടി ബ്രെഡ്ത്തും ഇൻക്രീസ് ചെയ്യാണ്. നമ്മള് ഗ്രീനിലേക്ക് വരുമ്പോൾ ഹൈറ്റ് കൂടുന്നുണ്ട്, ബ്രെഡ്ത്ത് പക്ഷേ ഡിക്രീസ് ചെയ്യണം. സോറി നിങ്ങൾ പറയുന്നത് എന്താണ്?
അതിന്റെ വിഡ്ത്ത് ഡിക്രീസ് ചെയ്യാണ്. ഓക്കെ, ഡയമീറ്റർ അല്ല, വിഡ്ത്ത് ഡിക്രീസ് ചെയ്യാണ്. ഓക്കെ, ദെൻ റെഡിലേക്ക് വരുമ്പോ ഹൈറ്റ് സെയിം ആണ്, പക്ഷേ വിഡ്ത്ത് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. ബ്ലൂയിലേക്ക് വരുമ്പോ വിഡ്ത്ത് സെയിം ആണ്, റിമെയിൻസ് ദ സെയിം, ആൻഡ് ഹൈറ്റ് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ അല്ലേ? ഓക്കെ മാം. എടാ നോബിൾഡ് സിലിണ്ടേഴ്സും ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. എനിക്കത് ക്ലിയർ ആയോ? ഞാൻ പെട്ടെന്ന് അത് പ്രസന്റ് ചെയ്തപ്പോ എനിക്ക് ടെൻഷൻ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ക്ലിയർ ആയോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് ഞാൻ നോബിൾഡ് സിലിണ്ടേഴ്സും ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, എക്സാം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എക്സാമെല്ലാം നല്ല തന്നെ. കുഴപ്പമില്ല. ഇംഗ്ലീഷ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല മിസ്. ആർക്കാണിത്? എനിക്ക് ഞാന് അവിടുന്ന് നാട്ടിലേക്ക് വരുന്ന സമയമായിരുന്നു. ഇംഗ്ലീഷ് ഭയങ്കര ടഫായിരുന്നു. ഇംഗ്ലീഷോ? അത് ഇംഗ്ലീഷ് അല്ലേടാ. ടഫ് എന്ന് വെച്ചാല് ഒക്കെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കൺഫ്യൂഷൻ. അങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ടാ വന്നത്. എന്തൊക്കെ അതന്നെ. പഠിച്ചതല്ല വന്നു, പഠിച്ചതാണ് പക്ഷെ എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ. ഓക്കെ, മിസ്റ്റർ ഫോണിക്സിന്റെ ക്ലാസ്സിൽ വരുമ്പോ ഫോണിക്സിന്റെ ക്ലാസ് ഉണ്ട് നിങ്ങൾക്ക്. അത് എന്നുള്ളത് ഇൻഫർമേഷൻ ഗ്രൂപ്പിലുണ്ടാവും. മേ ബി സാറ്റർഡേസ് ആയിരിക്കും കേട്ടോ. അത് ടൈം അനുസരിച്ച് നിങ്ങൾ കയറണം കേട്ടോ. ഓക്കെ, എന്താ പറയാ, എന്റെ എക്സാമില് മിസ്റ്റേക്ക് എന്താണ്? മോഡലിന്റെ മാർക്ക് ഞങ്ങളെ അറിയിക്കോ? എനിക്ക് തോന്നുന്നു അറിയിക്കായിരിക്കും, പക്ഷെ മോഡൽ അത്ര ഇമ്പോർട്ടന്റ് അല്ലടാ. നമ്മള് മോഡൽ ജസ്റ്റ് നിങ്ങൾക്കൊരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ മെയിൻ എക്സാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനുള്ള ട്രെയിനിങ് ആയിരുന്നു എന്ത് മോഡൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളെ ഈ പ്രാക്ടിക്കലിന് പോവാത്തവര് ഓൺലൈൻ പ്രാക്ടിക്കൽ എക്സാം എന്നാണ് കണ്ടക്ട് ചെയ്യുക? എന്താണ് പറഞ്ഞത്? പ്രാക്ടിക്കലിന് നമ്മൾ പോവാത്ത കുട്ടികൾ ഉണ്ടാവല്ലോ, അവർക്ക് ഓൺലൈൻ കണ്ടക്ട് ചെയ്യലെന്നാണ് പ്രാക്ടിക്കല് വൈവയും? വൈവയുടെ സമയത്താണ് അത്. പ്രാക്ടിക്കലി കണ്ടക്ട് ചെയ്യാത്തവര്, പ്രാക്ടീസിന് പോവാത്തവര് വൈവയ്ക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വരണം. ചിലപ്പോ സിറ്റുവേഷൻ തരും. സിറ്റുവേഷൻ വെച്ചിട്ടായിരിക്കും നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. മേ ബി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടാസ്ക് ആയിരിക്കും തരുന്നത്. ഡിഫറെന്റ് ആയിരിക്കും. ഓരോ ടീച്ചേഴ്സും ആണ് വൈവേക്ക് കിട്ടണേ, അതനുസരിച്ചിട്ടായിരിക്കും ആ ഒരു ഇത് വരുന്നത് കേട്ടോ. നമുക്ക് 4 സിലിണ്ടേഴ്സ് ഉണ്ട് നോബിളസിലും. അങ്ങനെയൊക്കെ നിങ്ങള് പ്രാക്ടിക്കലിൽ വരുന്നവരുണ്ടല്ലോ, നമ്മളെ വർക്ക് കണ്ടക്ട് ചെയ്യുമ്പോൾ വരുന്നവര്, പ്രാക്ടിക്കലിൽ ലൈവായിട്ട് വരുന്നവര്, ഈ ഓരോ മെറ്റീരിയൽസിന്റെയും വീഡിയോസ് ചെയ്തിട്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം കേട്ടോ. കേട്ടോ? വരുന്നോല് അവിടെ നിന്ന് തന്നെ വൈബ് ചെയ്യണമെന്നുണ്ടോ മിസ്റ്റർ? അവിടെ വരുമ്പോ തന്നെ വൈവേ ചെയ്യാം. അത് വൈവേക്ക് തയ്യാറായിട്ട് വരാം മെറ്റീരിയൽസ്. പിന്നെ ഓൺലൈൻ ആയിട്ട് ചെയ്താൽ പോരാ? ഓൺലൈനായിട്ട് ചെയ്യാം, പക്ഷേ 1 മിനിറ്റ് കേട്ടോ, 1 മിനിറ്റ്.
1 മിനിറ്റ് നോക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഫസ്റ്റത്തെ സിലിണ്ടർ ഞാൻ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹൈറ്റ് ഇൻക്രീസ് വിഡ്ത്ത് ഓൾസോ ഇൻക്രീസ് ആണ് കേട്ടോ. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് അതെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വിഡ്ത്തില് വിഡ്ത്ത് ഓൾസോ ഇൻക്രീസ്. ഇതാണ് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വിഡ്ത്തിലും വ്യത്യാസം ഇൻക്രീസ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, ഫസ്റ്റ് സിലിണ്ടർ കിട്ടിയോ? ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ സിലിണ്ടർ മെറ്റീരിയൽ നമുക്കത് ഞാൻ പറഞ്ഞപ്പോ നമ്മള് സ്റ്റാറ്റിക്സിൽ എഴുതിയത് പോലെ അല്ല പറഞ്ഞത് കേട്ടോ, ഓരോന്ന് ഡിഫറെന്റ് ആയിട്ടാണ് പറഞ്ഞത്. ഇതിപ്പോ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഹൈറ്റും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ, നെക്സ്റ്റ് ഹൈറ്റ് ഡിക്രീസ് വിഡ്ത്ത് ഇൻക്രീസ്. ഹൈറ്റ് കുറയുന്നു, വിഡ്ത്ത് കൂടുന്നു. അത് ഈ സിലിണ്ടർ ആണ് കേട്ടോ. ഓക്കെ, ഹൈറ്റ് കുറയുന്നു, ഹൈറ്റ് നമുക്ക് ഓരോന്നിനും ഡിഫറൻസ് അറിയാൻ പറ്റും കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ഇതല്ല ഇത് ഹൈറ്റ് സെയിം ഹൈറ്റ് സെയിം വിഡ്ത്ത് ഇൻക്രീസ് ആണ് കേട്ടോ. ഇത് ഏതാണെന്നറിയാവോ? തേർഡ് വൺ ആണ്. ഹൈറ്റ് റിമെയിൻ സെയിം ആൻഡ് വിഡ്ത്ത് ഇൻക്രീസ്. ഓക്കെ, തേർഡ് വൺ ആണ്. ഓക്കെ, ഹൈറ്റ് റിമെയിൻ സെയിം ആണ്. ഇത് ഹൈറ്റ് റിമെയിൻ സെയിം ആണ്, വിഡ്ത്തിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. കണ്ടോ, ഇതിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. തേർഡ് വൺ ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ഹൈറ്റ് റിമെയിൻ സെയിം ആൻഡ് വിഡ്ത്ത് ഇൻക്രീസ്. ഓക്കെ ആണോ? ഓക്കെ. റെക്കോർഡ് ക്ലാസ്സിൽ പറഞ്ഞു തരല്ലേ ചെയ്തത് ജസ്റ്റീസർ? ഓരോ മെറ്റീരിയൽസും ക്ലാസ്സിൽ പറഞ്ഞു തരല്ലേ ചെയ്തത്? അല്ലെങ്കിൽ റെക്കോർഡ് PDF ഇടാണോ ചെയ്തത്? PDF ഇട്ടേക്ക. PDF ഇട്ടൊക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ആണ് ഹൈറ്റ് ഡിക്രീസ് ആൻഡ് വിഡ്ത്ത് സെയിം. ഹൈറ്റ് ഡിക്രീസ് വിഡ്ത്ത് സെയിം. അത് ഈ സിലിണ്ടർ ആണ് കേട്ടോ. ഹൈറ്റ് ഓരോന്ന് നോക്കിക്കോ, ഡിക്രീസ് ചെയ്യാണ്. കണ്ടോ, ഹൈറ്റ് ഡിക്രീസ് വിഡ്ത്ത് സെയിം ആണ്. വിഡ്ത്ത് സെയിം ആണ് കേട്ടോ, എല്ലാത്തിനും വിഡ്ത്ത് സെയിം ആണ്. കണ്ടോ, എന്നിട്ട് എന്താണ് ഹൈറ്റിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. സോ കറക്റ്റ് ആയിട്ട് നമ്മളത് ടച്ചൊക്കെ ചെയ്ത് നോക്കി അത് മെഷർ ചെയ്ത് അതിന്റെ വിഡ്ത്ത് ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ. ഇതൊന്നും കൂടി പറഞ്ഞുതരോ? അതിലെ വിഡ്ത്തിൽ വ്യത്യാസമൊന്നുമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, ഈ വിഡ്ത്ത് ഇത് ഉണ്ടോ? ഫോർത്ത് അല്ലേ മാം? ഞാൻ നോക്കട്ടെ കേട്ടാ. അതില് ഹൈറ്റ് ഇൻക്രീസ് അല്ലേ? സെയിം ആൻഡ് ഹൈറ്റ് ഇൻക്രീസ്. ഞാനിപ്പോ ഏതാ പറഞ്ഞത്? ഓക്കെ ഓക്കെ, സെറ്റ് തിരിച്ചാണെന്ന് വിചാരിക്കുക. വിഡ്ത്ത് സെയിം ആണ്, റിമെയിൻ സെയിം. ഓക്കെ, ഹൈറ്റ് ഇൻക്രീസ് കണ്ണൊക്കെ മാറിപ്പോയതാന്ന് തോന്നുന്നു. ഓക്കേടാ, ഇതിന്റെ വിഡ്ത്ത് ഉണ്ടോ? ഇത് എല്ലാത്തിന്റെയും വിഡ്ത്ത് സെയിം ആണ്. ഓക്കെ, സെയിം ആണ്. എല്ലാത്തിന്റെയും വിഡ്ത്ത് എങ്ങനെയാണ്? സെയിം ആണ്. പക്ഷെ ഇവിടെ എന്താ വ്യത്യാസം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈറ്റിലാണ് ചേഞ്ചസ് വന്നത്. ഫസ്റ്റ് ഏറ്റവും ചെറുതാണ് പ്ലേസ് ചെയ്യുന്നത്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. ലെഫ്റ്റിന്ന് റൈറ്റിലേക്ക് നോക്കുമ്പോൾ കൂടി വരുന്നത് മനസ്സിലാകുന്നുണ്ടോ? മാം ഇതിന്റെ റെക്കോർഡ് ക്ലാസ് എന്താണ്? റൂമിൽ വരൂലേ? ആ റെക്കോർഡ് ക്ലാസ് വരും. എന്തിയടാ? ഓക്കെ. എടാ നോക്ക്, വിഡ്ത്ത് സെയിം ആണ് പക്ഷെ ഹൈറ്റ് കൂടി വരാണ്. അത് നാലാമത്തെ സിലിണ്ടർ ആണ് കേട്ടോ. നാലാമത്തെ സിലിണ്ടർ നിങ്ങളുടെ റെക്കോർഡ് ഞാൻ എടുത്ത് കയ്യിൽ പിടിച്ചില്ല, അതുകൊണ്ടാണ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോ നാലാമത്തെ സിലിണ്ടർ ആണിത്. വിഡ്ത്ത് റിമെയിൻസ് സെയിം ആൻഡ് ഹൈറ്റ് ഇൻക്രീസ് സെയിം. ഓക്കെ അല്ലേ?
ഓക്കെ, ഇനി ഏത് സിലിണ്ടർ കാണിക്കാനുള്ളത്? വെൻ ഹൈറ്റ് ഡിക്രീസ് വിഡ്ത്ത് ഇൻക്രീസ്, അതാണല്ലേ? അതാണോ? അല്ല, നോക്കട്ടെ കേട്ടോ. വെൻ ഹൈറ്റ് ഇതല്ലേ മിസ്സേ ഫസ്റ്റ് when height decrease width increase. അതാണ് ഇത് ഫസ്റ്റ് സിലിണ്ടർ അല്ലേ അല്ലേ? അല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ, വ്യത്യാസം ഉണ്ട് കേട്ടോ, ഡിഫറൻസ് ഉണ്ട്. ഒന്നും ഞാൻ പറയട്ടെ. എന്താണ് ഇതില് ഹൈറ്റ് എന്താണ് ഡിക്രീസ് ചെയ്യാണ്, ബ്രെഡ്ത്ത് എന്ത് ചെയ്യാണ് ഇൻക്രീസ് ചെയ്യാണ്. ഡിഫറൻസ് ഉണ്ട് കേട്ടോ. സിലിണ്ടേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് വരും. 4 സിലിണ്ടേഴ്സ് ഉണ്ട്. അതില് ഏറ്റവും ഇതിപ്പോ എത്രാമത്തെയാണ്? ഇത് രണ്ടാമത്തെ സെക്കൻഡ് വൺ ആണ് ഇത്. രണ്ടാമത്തെ ഉണ്ടാ സെക്കൻഡ് വൺ ആണ്. ഹൈറ്റ് കുറയുന്നു, ബ്രെഡ്ത്ത് എന്ത് ചെയ്യുന്നു ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഹൈറ്റ് കുറയുന്നു, ബ്രെഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ ആണോ? ഓക്കെ. ഹൈറ്റ് കുറയുന്നു, ബ്രെഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നു. അന്ന് ഞാൻ നേരത്തെ എടുത്തപ്പോ ക്ലിയർ ആവാൻ നിങ്ങളുടെ ഉള്ള രീതിയിൽ നമ്പേഴ്സിലല്ല എടുത്തത് കേട്ടോ, അതുകൊണ്ടാണ്. ഈ 4 സിലിണ്ടേഴ്സ് ക്ലിയർ ആയി. ഫസ്റ്റ് സിലിണ്ടർ ഹൈറ്റില് ഹൈറ്റ് സെയിം അല്ലേ? ഹൈറ്റ് ഇൻക്രീസ് ഉണ്ട്. ഹൈറ്റ് സെയിം, വിഡ്ത്ത് ഇൻക്രീസ്. ഇത് നമ്മൾ എന്താ പറഞ്ഞത്? രണ്ടാമത്തെ സിലിണ്ടർ. ഇത് തേർഡ് വൺ അല്ലേ? ഏത് ഇപ്പൊ കാണിക്കുന്നതോ? ഫസ്റ്റ് കാണിച്ചത് തേർഡ് വൺ അല്ലേ? കാണിച്ചത് തേർഡ് വൺ ആണ് കേട്ടോ. ഞാൻ പ്രസന്റ് ടൈം പ്രസന്റ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. ഇത് എത്രാമത്തേനാ? അത് ഹൈറ്റ് ഇൻക്രീസ്, വിഡ്ത്ത് ഇൻക്രീസ്. ഓക്കെ, ഇത് ഫസ്റ്റ് വൺ. ഇത് ഫസ്റ്റ് വൺ. ഓക്കെ, ഇത് ഫസ്റ്റ് വൺ ആണ് കേട്ടോ. ടച്ച് ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഫസ്റ്റ് വൺ. ദെൻ സെക്കൻഡ് വൺ ഏതാ പറഞ്ഞത്? ഇത് when height decrease width increase. ഇൻക്രീസ്. ഓക്കെ, ലാസ്റ്റത്തെ എങ്ങനെയാണ്? വിഡ്ത്ത് റിമെയിൻസ് സെയിം, ആൻഡ് ഹൈറ്റ് ഇൻക്രീസ്. അല്ലെ, വിഡ്ത്ത് റിമെയിൻസ് സെയിം ആൻഡ് ഹൈറ്റ് ഇൻക്രീസ്. ഇത് ഫോർത്ത് വൺ ആണ്. ഇത് ഫസ്റ്റ് വൺ ആണ്. ഇത് തേർഡ്. ഇത് സെക്കൻഡ്. കറക്റ്റ് അല്ലേ? എനിക്കും മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് അതിന്റെ ഇതൊന്നും ഓൺലൈൻ ആയതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് ടച്ച് ചെയ്ത് സെൻസ് ചെയ്യേണ്ടതല്ലേ? സെൻസറൽ ആക്ടിവിറ്റി ആണ്. ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ മാത്രമേ പറ്റുന്നുള്ളൂ, സെൻസ് കണ്ട് മനസ്സിലാക്കാനേ പറ്റുന്നുള്ളൂ. അത് ഇതിപ്പോ നമ്മളെ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോ ഈ ഓർഡറിൽ തന്നെ ചെയ്യണം എന്നുണ്ടോ? എന്ന് വെച്ചാല് ഫസ്റ്റ് ഓർഡർ തന്നെ ഹൈറ്റ് ഇൻക്രീസ്, വിഡ്ത്ത് ഓൾസോ ഇൻക്രീസ്. അങ്ങനെയില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഓർഡറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ബോഡി ഇഷ്ടത്തിനനുസരിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് ഫസ്റ്റ് ഞാനിപ്പോ റെക്കോർഡിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത് അതേപോലെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അത് നിങ്ങൾക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് പറഞ്ഞതാണേ. ഓക്കെ. ഇനി നമുക്ക് ബൈനോമിനൽ ക്യൂബ്. ഒരു മിനിറ്റ്, 1 മിനിറ്റ്. നിങ്ങൾ റെക്കോർഡ് റീഡ് ചെയ്യണം. ഇതിന്റെ ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും ഫങ്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതില്. ഇനി നമുക്ക് ബൈനോമിനൽ ക്യൂബ് നോക്കാം കേട്ടോ. ബൈനോമിനൽ ക്യൂബ്, ക്യൂബും ക്യൂബോയിഡും ഉള്ളതാണ്. നമുക്ക് നോക്കാം. ബൈനോമിനൽ ക്യൂബ് നോക്കാം കേട്ടോ. എന്നിട്ട് ഒന്നൊന്ന് ചേഞ്ച് ചെയ്യട്ടെ. വന്നിട്ട് നല്ല രസമാണ് ബൈനോമിനൽ ക്യൂബ് അറേഞ്ച് ചെയ്യാനായിട്ട്.
മിസ് നമ്മളിത് ഇപ്പൊ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ ലെഫ്റ്റിന്ന് റൈറ്റിക്കല്ല പറഞ്ഞു കൊടുക്കണത്. അങ്ങനെ അപ്പൊ തന്നെ എനിക്ക് പറയുന്നത്. അവര് ചെയ്യുമ്പോഴും ഇതേപോലല്ലേ വരുള്ളൂ. അപ്പൊ ഞാൻ ചെയ്ത പോലെ നമ്മളിപ്പോ സ്ക്രീനിൽ കാണുന്നതും നമ്മളെടുത്ത് നിന്ന് ചെയ്യണതും വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ കുട്ടികൾ നമ്മളെടുത്തിരുന്ന് ചെയ്യുമ്പോ ഇതേ ഇൻക്രീസിങ് അല്ല വരിക. തീർച്ചയായിട്ട് വരുമോടാ. ഇത് എന്താ അപ്പൊ പറയാ, കുട്ടികൾക്ക് വേറെ അവരെ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മള് ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ നമ്മളെല്ലാതും ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. അത് കുഴപ്പമില്ല. കുട്ടികള് അവരുടെ ഇഷ്ടത്തിന് ചെയ്തോട്ടെ. നമ്മളവർ ചെയ്യുന്നത് ആദ്യം നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കൂലേ, ഫസ്റ്റ് അത് കാണിച്ചു കൊടുക്കൂലേടാ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണോ കാണിച്ചു തന്നത് അതേപോലെ ആയിരിക്കില്ല നിങ്ങൾ ചെയ്യണത്. അതെ. നമ്മൾ എങ്ങനെയാണോ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ ആയിരിക്കും കുട്ടികൾ ചെയ്യുന്നത്. അത് നമ്മള് കുട്ടികളെ സൈഡിൽ നിന്നിട്ട് ചെയ്യേണ്ടി വരും. അവര് ലെഫ്റ്റ് സൈഡിൽ തന്നെ നിന്നിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. നമ്മള് അവരെ എടുത്തിരുന്നിട്ട് ഇപ്പൊ ഞാനിപ്പോ ഇരിക്കുകയാണെങ്കിൽ എന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുട്ടീനെ എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഓപ്പോസിറ്റ് നിന്ന് ഇരുത്തില്ലാന്ന് മനസ്സിലായോ? എന്ന് വെച്ചാൽ ഒരു ടേബിളിന് അപ്പുറവും ഇപ്പുറമായിട്ട് ഇരിക്കൂല, അല്ലെങ്കിൽ ഒരു മാറ്റിന്റെ അപ്പുറവും ഓപ്പോസിറ്റ് ആയിട്ട് നിർത്തിയില്ല, പക്ഷെ ഒരുമിച്ചിരിക്കും. വെച്ചാൽ ഇവിടെ ഇരുത്തിയിട്ട് അത് കാണിച്ചു കൊടുക്കും. സോ ആ സൈഡ് വ്യത്യാസം വരില്ലല്ലോ. മനസ്സിലായോ സന? എന്താണ് ഇത്? ബൈനോമിയൽ ക്യൂബ് ആണ് കേട്ടോ. ഭയങ്കര അട്രാക്റ്റീവും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ്. പക്ഷെ ഇത് ഞാൻ ചെയ്ത എപ്പോഴും ഞാൻ തെറ്റിക്കാറാണ് പതിവ്. ക്യൂബും ക്യൂബോയിഡ് ആണ്. 8 നമ്പേഴ്സ് ഉണ്ട്, രണ്ടുണ്ട്. ബൈനോമിനൽ ക്യൂബില് 8 നമ്പേഴ്സ് ആണ് ഉള്ളത്. 2 ലെയറിന്റെ ആണ്. ബൈ എന്ന് പറയുമ്പോൾ തന്നെ എത്ര ലെയർ ആണ്? ബൈനോമിനൽ ക്യൂബ് എന്ന് പറയുമ്പോൾ 2 ലെയേഴ്സ് ആണ് ഉള്ളത്. നോക്കാട്ടാ. അപ്പൊ ഞാൻ ഡിഫറെന്റ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്യേണ്ടത്. എനിക്ക് മിക്കവാറും തെറ്റുകൂട്ടാ. നിങ്ങള് ചെയ്യുമ്പോൾ നോക്കിയാൽ മതി. നെക്സ്റ്റ് ഏതാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ചെയ്ത് നോക്കട്ടെ. ഇത് ശരിക്കും ഈ കറക്റ്റ് ഇത് നിക്കണം. കറക്റ്റ് ഹൈറ്റ് നിക്കണം. ഞാൻ അറേഞ്ച് ചെയ്ത് നോക്കേണ്ടത് കേട്ടോ. ഓക്കെ, കറക്റ്റ്. അത് കണ്ടോ? കറക്റ്റ് ഇപ്പൊ ലെവലിലാണ് നിൽക്കുന്നത്. ഞാൻ അറേഞ്ച് ചെയ്തു. ചെയ്താൽ ഞാൻ തെറ്റിക്കാറാപ്പത് പറ്റുന്നാവോ? നെക്സ്റ്റ് അടുത്ത ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ലെയർ ആണ്. സെക്കൻഡ് നിങ്ങൾ വരുമ്പോ ചെയ്ത് നോക്കണം കേട്ടോ. കറക്റ്റ് ആയി തെറ്റിപ്പോയി. ഓക്കെ ഓക്കെ, കറക്റ്റ്. ഓക്കെ, കണ്ടോ? എന്താ പറയാ, കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ബൈനോമിനൽ ക്യൂബ് ആണ്. സെക്കൻഡ് ലെയറും 8 ക്യൂബ്സ് ആണ് ഉള്ളത്. ഇതിലെ 8 ക്യൂബ്സും ക്യൂബോയിഡും ഉണ്ട്. പിന്നെ വേറൊരു ക്യൂബും കൂടി നിങ്ങൾ പഠിച്ചല്ലോ ഇല്ലേ? ഏതായിരുന്നു അത്? വേറെ ബൈനോമിയൽ ക്യൂബ് കൂടെ ഏതാണ്? ട്രൈനോമിയൽ. ട്രൈനോമിയൽ ക്യൂബ് ആണ്. അതിൽ 3 ലെയർ വരും കേട്ടോ. 3 ലെയർ വരും. 3 ലെയറും എത്ര ക്യൂബ്? 27 ക്യൂബുകളുണ്ട്.
ഓക്കെ 27 ക്യൂബ്സും വരും കേട്ടോ. അത് ക്ലിയർ ആയിട്ട് ഇമേജ് സോറി കേട്ടോ, ഇമേജ് കാണുന്ന പോലെ ആയിട്ടുണ്ട്. സെറ്റ്. ഞാൻ വിചാരിച്ചു ഞാനത് തെറ്റിക്കുന്ന വിചാരിച്ചത്. ഓക്കെ, സിലിണ്ടർ നോബിലസും നോബിളിന്റെ സിലിണ്ടേഴ്സും നമ്മൾ നോക്കി. ബ്രൗൺ സ്റ്റെയർ നോക്കി. പിങ്ക് ടവർ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേടാ? പിങ്ക് ടവർ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പിങ്ക് ടവർ ഭയങ്കര ഇഷ്ടമായിരിക്കും എല്ലാവർക്കും. കളറിംഗ് ബോക്സ് നോക്കി. ട്രയാങ്കിൾ കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസിന്റെ ഷേപ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഡിഫറെന്റ് ഷേപ്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നോക്കിയാൽ മതി. ക്ലാസ് വരുമ്പോ പറയാം. പിന്നെ നമ്മള് ഈ ടച്ചിങ് ടാബ്ലറ്റ്സിനെ കുറിച്ച് നോക്കിയോ? ടച്ചിങ് ടാബ്ലറ്റ്സ് ഓക്കെ. ഇനി സൗണ്ട് സിലിണ്ടേഴ്സ് ഉണ്ട് കേട്ടോ. സൗണ്ട് സിലിണ്ടേഴ്സ് ഉണ്ട്. ഈ സൗണ്ട് ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് സൗണ്ട് സിലിണ്ടേഴ്സ് ഉണ്ട്. പിന്നെ പ്രഷർ സിലിണ്ടേഴ്സ് ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണ് സൗണ്ട് സിലിണ്ടേഴ്സ്, പ്രഷർ സിലിണ്ടേഴ്സ് ഉണ്ട്. ഒന്ന് നോക്കിയാൽ അത് ഒന്ന് നന്നായിട്ട് റീഡ് ചെയ്താൽ മതി കേട്ടോ. സൗണ്ട് സിലിണ്ടേഴ്സ് നമുക്ക് അവിടെ വരുമ്പോൾ സൗണ്ട് ആണ് അറിയേണ്ടത്. അപ്പൊ ഒരു ബീറ്റ്സ് ഇട്ടിട്ട് നമ്മളത് ചെയ്യുമ്പോൾ നമുക്കത് സൗണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ഇവിടെ വെച്ച് ചെയ്യുമ്പോൾ ക്ലിയർ ആവണമെന്നില്ല കേട്ടോ. പിന്നെ ജോമെട്രിക്കൽ സോളിഡ്സ് നോക്കിയോ? മാത്തമാറ്റിക്കൽ ഏരിയയിൽ ജോമെട്രിക്കൽ സോളിഡ്സ് പറഞ്ഞോ? ക്യൂബ്, ക്യൂബോയിഡ് പറഞ്ഞോ? ഷേപ്സുകൾ പറഞ്ഞു. ഷേപ്സുകള് അത് പറഞ്ഞു. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഓക്കെ, ബാക്കിയുള്ളത് ടീച്ചർ എടുക്കും. പ്രീ റൈറ്റിംഗ് ബോർഡ്സ് പറഞ്ഞോ? മൾട്ടിപ്ലിക്കേഷൻ എന്താണ് ഡിവിഷൻ ബോർഡൊക്കെ മനസ്സിലായില്ല? ഡിവിഷൻ ബോർഡൊക്കെ പറഞ്ഞു. അവിടെ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അത് പറഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ, ഞാൻ എന്തെങ്കിലും മിസ്സായോ നോക്കിയതാണ്. പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഞാൻ എടുത്തിട്ട് വരാം. എല്ലാവരും നല്ല സൈലന്റ് ആയിട്ട് ഇരിക്കണം, കാരണം റെക്കോർഡ് ക്ലാസ് ആണത്. ഓക്കെ, പ്രീ റൈറ്റിംഗ് ബോർഡ്സ് കാണാൻ പറ്റുന്നുണ്ടോ നോക്കി? നമ്മൾ കുട്ടികളെ എഴുതാനൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ഹാൻഡ് റൈറ്റ് അല്ലെങ്കിൽ ഫൈൻ മോട്ടോർ സ്കിൽസിൽ നമ്മൾ നമ്മളെ പെന്നൊക്കെ ഹോൾഡ് ചെയ്യില്ലേ, അത് എങ്ങനെ ഹോൾഡ് ചെയ്യണം എന്നുള്ളത് ആ ഒരു മസിൽസിന്റെ ഡെവലപ്മെന്റിനൊക്കെ കൂടുതലൊക്കെ ഹെൽപ്ഫുൾ ആണ് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് എന്നാണ് ഇതിന് പറയുന്നത്. സോ കാണാം, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഡിഫറെന്റ് ഷേപ്സിൽ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഉണ്ട് കേട്ടോ. കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും പഴയ എന്താ പറയാ
മൊസ്കിറ്റോന്റെ ഒക്കെ ഒരു ഇതുപോലെയൊക്കെ ഉണ്ടല്ലോ മിസ് എന്നൊക്കെ ചോദിക്കട്ടെ. അതൊക്കെയാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാർഡ്ബോർഡിൽ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഈ ഷേപ്സിലെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാർഡ്ബോർഡിൽ ചില കുട്ടികൾ നമ്മൾ വൈവേക്ക് കയറുമ്പോൾ ചില കുട്ടികൾ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നുവെച്ചാൽ നമ്മളിവിടെ പ്രാക്ടിക്കലി ക്ലാസ് കഴിഞ്ഞിട്ട് അവര് വീട്ടിൽ ചെന്നിട്ട് ഈ മെറ്റീരിയൽസ് ഇഷ്ടമായിട്ട് അവര് എന്ത് ചെയ്ത് കട്ട് ചെയ്തൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം നോക്കി ഇത് ഒരു ബോർഡാണ് കേട്ടോ. ഓക്കെ, ഞാനിവിടെ വെച്ചിരിക്കുന്നത് ബേസ്. ഇങ്ങനെ നമ്മളിത് ഫ്രീ റൈറ്റിംഗ് സ്കിൽസുകൾ നമ്മൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞു ആൽഫബറ്റ്സ് ബോർഡുകളെ കുറിച്ചിട്ടൊക്കെ. ഓക്കെ, പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ലാതെ ഇല്ല മാം. ഇവിടെ ചെയ്യുന്നു ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ് ആണ് ഇതൊക്കെ. കുട്ടികളിൽ ഫ്രീ റൈറ്റിംഗ് സ്കിൽസുകൾ ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വരുമ്പോൾ നോട്ട്ബുക്കിൽ ഇത് വരച്ചിട്ടൊക്കെ പോയിട്ട് വീട്ടിൽ ചെന്ന് സ്വന്തമായിട്ട് ഈ ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, മിസ്സിന്റെ കയ്യിലാ വെച്ചേക്കുന്ന സാധനല്ലേ മിസ്സേ, അത് റോൾ ചെയ്യാൻ ഒന്ന് കാണിക്കോ? ഓരോന്നും ഡിഫറെന്റ് ആയിട്ടുള്ളത് ഒരു ഹോമിന്റെ ഷേപ്പ്, ഒരു വീടിന്റെ ഷേപ്പ് പോലെയാണ് കാണാൻ പറ്റുന്നത്. ട്രയാങ്കിളിന്റെ ഷേപ്പാണ് കേട്ടോ. ട്രയാങ്കിളിന്റെ ഷേപ്പ്. ഇതിന്റെയൊക്കെ 2 പെയർസ് ഉണ്ട് കേട്ടോ. 2 പെയറുണ്ട് കേട്ടോ. റൈറ്റിംഗ് ബോർഡ്സിന്റെ നമ്മൾ ഇത് ടച്ചിങ് ടാബ്ലറ്റ്സ് പറഞ്ഞ പോലെ തന്നെ ഇത് സ്ക്വയർ ഉണ്ടാവും. സ്ക്വയർ ഉണ്ടോ? ഞാൻ ഓരോന്നും കാണിക്കുന്നില്ല കേട്ടോ. ടൈം അതുകൊണ്ടാണ് കാണിക്കുന്നില്ല കേട്ടോ. റെക്കോർഡില് അത് ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഡിഫറെന്റ് ആടാ. അത് ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ് ബേസിക് ആയിട്ടുള്ള മാത്രമല്ല റെക്കോർഡിലുള്ളൂ. എനിക്ക് അറിഞ്ഞൂടാ. നോക്കട്ടെ 1 മിനിറ്റ്. റെക്കോർഡിലില്ലേ അത്? ഞാൻ കാണുന്നില്ല. ഫ്രീ റൈറ്റിംഗ് ബോർഡ് പറഞ്ഞിട്ടില്ല? ഇല്ല. അങ്ങനെ പറയാൻ വഴിയല്ലോ. എനിക്ക് തോന്നുന്നുണ്ട് പേജ് ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഒരു റെഡ് കളർ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് പിക്കും തന്നിട്ടില്ല. പിക്ക് തന്നിട്ടില്ലേ? അല്ല, പിക്കും കണ്ടിട്ടില്ല എന്ന് പറയാൻ വിട്ടുന്നതില്. ഈ പിക്കും ഇതിന്റെ ഫോട്ടോസും കണ്ടിട്ടില്ല. തന്നിട്ടില്ലേ? ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ് ലാംഗ്വേജ് അപ്പാർട്ടിക്സ്. ഓക്കെ, ലാംഗ്വേജ് ഏരിയ നോക്കി. ലാംഗ്വേജ് അപ്പാർട്ടിക്സ് എന്ന് പറഞ്ഞ ഹെഡിങ് കണ്ടോ? ലാംഗ്വേജ് വേർഡ് റീഡിംഗ്, പിക്ചർ റീഡിംഗ് അല്ലാലോ അല്ലെ? കാർഡ് അങ്ങനെ അതല്ലാലോ? അല്ലട, ലാംഗ്വേജ് അപ്പാർട്ടിക്സ് 3ാമത്തെ സെഷൻ. അങ്ങനെ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് അതിന്റെ സെഷനിലാണ് കേട്ടോ. പേജ് പറഞ്ഞൂടാ. സ്മെല്ലിംഗ് സെന്റർ ഒക്കെ കഴിഞ്ഞിട്ടാണേ. ലാംഗ്വേജ് അപ്പാർട്ടിക്സിൽ ഫ്രീ റൈറ്റിംഗ് ബോർഡ് ഉണ്ടല്ലോ. ഓക്കെ, ഉണ്ടല്ലേ? ഈ കളറാണ് അതില് പറയുന്നത്. റെഡ് ഇൻ കളർ എന്ന് പറയുന്നത് അവര് ഇമേജ് അവിടെ തന്നിട്ടുണ്ട്. അത് വിചാരിച്ചിട്ടാണ് ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ് പറഞ്ഞിരിക്കുന്നത്. ഹാവിംഗ് കർവ്ഡ് ലൈൻ, ചിലത് സ്ട്രെയിറ്റ് ലൈൻ പറയുന്നുണ്ട്. പിന്നെ ചിലത് കോമ്പിനേഷൻ ഓഫ് സ്ട്രെയിറ്റ് ആൻഡ് കർവ്ഡ് ലൈൻ. അത് അവിടെ പറയുന്നുണ്ട് കേട്ടാ. പിന്നെ ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഈ കാണുന്ന ഞാനിപ്പോ കാണിക്കുന്ന ഫ്രീ റൈറ്റിംഗ് ബോർഡ് അല്ലാതെ ഒരുപാട് ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഉണ്ട് കേട്ടോ. ഞാനേ ആൽഫബറ്റ് ബോർഡ് കാണിച്ചു തരാം. ഡിഫറൻസ് ഉണ്ട്. ആൽഫബറ്റ് ബോർഡ് കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തന്നോന്ന് എനിക്കൊരു ഓർമ്മ. ആൽഫബറ്റ് നോക്കി കാണാൻ പറ്റിയല്ലോ. നിങ്ങൾ ഷെയർ ചെയ്തേട്ടാ. നിങ്ങൾക്ക് ഇമേജ് കാണാൻ പറ്റിയിരിക്കും ആൽഫബറ്റ് ബോർഡിന്റെ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലെ? നെറ്റിന്റെ ഇഷ്യൂ ആണ് കേട്ടോ. നോക്കി ഇപ്പൊ കാണാൻ പറ്റുന്നില്ലേ? സിമ്പിൾ ആണ് ആൽഫബറ്റ് ബോർഡ്. കുട്ടികൾ നമ്മൾ ഫ്രീ റൈറ്റിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. വരുന്നില്ല അല്ലെ? ഇങ്ങനെ കാണാൻ പറ്റുന്നില്ലേ? ഇത് വുഡൻ ആയിട്ടുള്ള ബോർഡുകളാണ് കേട്ടോ. സിമ്പിൾ ആണിത് ആൽഫബറ്റ്സ് ബോർഡ്സ്. ഫ്രീ റൈറ്റിംഗ് ബോർഡ്സിന്റെ എന്നാ
ഡിഫറൻസ് ഉള്ളത്. ഫ്രീ റൈറ്റിംഗ് ബോർഡ്സിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോന്ന് ആൽഫബറ്റ്സ് ബോർഡ്, സ്മോൾ ലെറ്റർ ആൽഫബറ്റ്സ്, ന്യൂമറിക്കൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട് മാം. ഇത് ഫ്രീ റൈറ്റിംഗ് ബോർഡ്സിന്റെ ഒരു ഡിഫറെന്റ് വുഡൻ തന്നെയാണ്. ഒരു 3 വയസ്സൊക്കെ ഉള്ള കുട്ടികളുള്ള അമ്മമാരാണെങ്കിൽ ഓർഡർ ചെയ്തിട്ട് അവരെ കൊണ്ടൊന്ന് ചുമ്മാ ചെയ്യിച്ചു നോക്കുക. അപ്പൊ ഇങ്ങനെയാണ് ആദ്യം പറഞ്ഞു കൊടുക്കുക, വീണ്ടും അവരത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഫ്രീ റൈറ്റിംഗ് ബോർഡ്സോട് കൂടി ഇന്നത്തെ സെഷൻ കംപ്ലീറ്റ് ചെയ്യാണ്. നെക്സ്റ്റ് സെഷൻ എന്നാന്നുള്ളത് പറയാട്ടോ. നെക്സ്റ്റ് ഡേ ക്ലാസ് ലൈവ് ക്ലാസ്സിൽ വരുന്ന ഒരു ലിസ്റ്റ് കൊടുത്തോ? One minute കേട്ടോ. ലിസ്റ്റ് കൊടുത്താടാ വരുന്നവര് ആരൊക്കെ വരുന്നുണ്ട്? ഇതാ